ഏറെ അപകട സാധ്യതകൾ നിറഞ്ഞതാണ് ചിക്മംഗ്ലൂരുവിലെ ശ്രീനന്ദയും കുടുംബവും എത്തിയ ഭാഗം. മാണിക്ധാരയിലെ അവസാന വ്യൂ പോയിന്റിൽ എത്തിയാൽ വരവേൽക്കുന്നത് പർവ്വതനിരകളുടെ മനോഹരമായ കാഴ്ചകളാണ്. അതേസമയം അപകട മുനമ്പ് കൂടിയാണ് ഇവിടം. അപായ സാധ്യതാ മുന്നറിയിപ്പുകൾ വിനോദസഞ്ചാരികൾ പലപ്പോഴും ഇവിടെ ശ്രദ്ധിക്കാറ് പോലുമില്ല. ചിക്മംഗ്ലൂരിൽ നിന്നും ബാബ ബുദ്ധഗിരി വഴി മാണിക്ധാരയിലേക്കുള്ള ശ്രീനന്ദയും കുടുംബവും സഞ്ചരിച്ച പാതയാണിത്. ന്യൂസ് 18 സംഘം അവർ സഞ്ചരിച്ച വഴികളിലൂടെ യാത്ര ചെയ്യുന്നു. അങ്ങനെ 1 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ശ്രീനന്ദയും അതുപോലെ തന്നെ കുടുംബവും അവസാനമായി ഉണ്ടായ ആ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. മാണിക്ധാര വ്യൂ പോയിന്റാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് കാണാം. ഇവിടെയാണ് ഏറ്റവും അവസാനമായി ശ്രീനന്ദയും അതുപോലെ തന്നെ ഈ ഒരു സംഘവും ഈ ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന സ്ഥലം. ആ ഒരു സ്ഥലമാണിത്. ഇതൊരു വ്യൂ പോയിന്റാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും അവസാനമായി, അതായത് 5:20 ശ്രീനന്ദയും ഇവരുടെ സംഘവും ഈ ഒരു ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇതിന് ശേഷം പിന്നീട് ഒരു 5-10 മിനിറ്റിനകമാണ് ശ്രീനന്ദയെ പെട്ടെന്ന് കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് താഴെ നോക്കിയാൽ നമുക്ക് കാണാം വലിയ കൊക്കയാണ്. ഇതിന് ഇവിടെ നിന്നും മാറി ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഈ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതൊരു 1500-2000 അടി താഴ്ചയാണ്. ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് ശ്രീനന്ദയുടെ മൃതദേഹം ഉണ്ടായത്. പക്ഷേ അവർ ഏറ്റവും ഒടുവിലായി ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഏറ്റവും അവസാനമായി അവർ ഉണ്ടായി എന്ന് പറയുന്ന, അതായത് ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന അവരുടെ ഒരു സ്ഥലം. ഇതാണ് മാണിക്ധാര എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി. ഇത് വഴി ഈ ഒരു വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്നതിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു കുടുംബസമേതമുള്ള ഫോട്ടോ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇപ്പോൾ മൃതദേഹം ലഭിച്ചു എന്ന് പറയപ്പെടുന്ന സ്ഥലം ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തു നിന്നാണ്. ഇതിൽ 1500 അടിയോളം താഴ്ചയിലാണ് മൃതദേഹം ലഭിച്ചത്. ഏതായാലും വലിയ തോതിൽ ഈ മൃതദേഹത്തിൽ നിരവധി പരിക്കുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം വസ്ത്രങ്ങളെല്ലാം കീറിയ നിലയായിരുന്നു. നമുക്ക് കാണാം, കുറ്റിക്കാടുകളൊക്കെ കാണാം. ഒരു പക്ഷേ ഇവിടെ നിന്നും താഴേക്കുള്ള വീഴ്ചയിലായിരിക്കാം അത്തരത്തിൽ ഈ വസ്ത്രം കീറുകയും ശരീരത്തിൽ വലിയ പോറലുകൾ ഏൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അസ്ഥികളെല്ലാം പൊട്ടിയ നിലയിലാണ് ഈ ശ്രീനന്ദയുടെ മൃതദേഹം ലഭിച്ചത്. എന്തായാലും വലിയ താഴ്ചയാണ്. ഇവിടെ നിന്നും നോക്കിയാൽ ഇതിന്റെ ഏറ്റവും താഴ്ഭാഗം നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നിന്നും മൃതദേഹം പുറത്തെടുക്കാൻ 6-7 മണിക്കൂറാണ് സമയമെടുത്തത്. ശ്രീനന്ദ അവസാനമായി ചെലവഴിച്ച ഒരു സ്ഥലമാണിത്. അതാണ് മാണിക്ധാര വാട്ടർഫോൾസ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് വലിയ സന്തോഷത്തോടു കൂടി ആ കുടുംബം, 40 അംഗ കുടുംബം എത്തി അവസാനമായി ശ്രീനന്ദ ചെലവഴിച്ച സ്ഥലമാണ്. ഇതിന് നേരെ എതിർവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയം തോന്നും. അത്രത്തോളം വലിയ പാറക്കൂട്ടങ്ങളാണ്. കാണാൻ മനോഹരമാണെങ്കിലും വലിയ തോതിൽ പാറക്കൂട്ടങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതിന് ഏതാനും സമീപത്ത് വെച്ച് തന്നെയാണ് മൃതദേഹം കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇതാണ് ആ ഒരു ഏറ്റവും അവസാനമായി ശ്രീനന്ദ ചെലവഴിച്ച സ്ഥലം. ആ സ്ഥലമാണ് ന്യൂസ് 18 ഇപ്പോൾ പ്രേക്ഷകർക്കായി കാണിക്കുന്നത്. നമ്മൾ ആ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും മടങ്ങിപ്പോയി ഏതാനും മീറ്റർ, 500 മീറ്റർ മാറി അവിടെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഇവരെ കാണാതാവുന്നതും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ സാഹചര്യം ഉണ്ട്. ഏതായാലും ഇവിടെ വളരെ സന്തോഷത്തോടുകൂടി ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്ന ഈ സ്ഥലത്തുകൂടി ഇവർ ഇവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങിപ്പോയി അവിടെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നതും പിന്നീട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ ഒരു സ്ഥലം ഏറ്റവും അവസാനമായി ഇവർ ചെലവഴിച്ച അല്ലെങ്കിൽ ഈ മരിക്കുന്നതിന് മുമ്പുണ്ടായ സ്ഥലം, ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കാരണം വലിയ സങ്കടവും വലിയ ഒരു അത്തരത്തിലുള്ള വിഷമമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. മാണിക്ധാര വെള്ളച്ചാട്ടത്തിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.